ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വളരെ താരസമ്പന്നമായ ഒരു കുടുംബമാണ് നമ്മുടെ ജയറാമിൻ്റേത്. ജയറാമിൻ്റെയും പാർവതിയുടെയും മകനായ കാളിദാസ് ജയറാം ഡിസംബർ 8-ാം തീയതി ഗുരുവായൂരിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വിവാഹം നടത്തുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വിവാഹത്തിൻ്റെ ബാക്കി റിസപ്ഷനും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ അദ്ദേഹം ചെന്നൈയിലേക്കാണ് പ്ലാൻ ചെയ്തത്. കാരണം ജയറാമിൻ്റെ ഭാര്യയായ പാർവതിയുടെ കുടുംബങ്ങളും മറ്റും എല്ലാം തന്നെ ചെന്നൈ സെറ്റിലാണ്. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ ബന്ധപ്പെട്ടവരും രാഷ്ട്രീയ പ്രമുഖരും അതുപോലെ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാവരും തന്നെ ചെന്നൈ സെറ്റിലാണ്. അതുപോലെ തന്നെ ജയറാമിൻ്റെ മകൻ്റെ ഭാര്യയുടെ നാടും അങ്ങ് ചെന്നൈയിലായതുകൊണ്ട് തന്നെ റിസപ്ഷനും മറ്റു പരിപാടികളും എല്ലാം തന്നെ ചെന്നൈയിലാണ് പ്ലാൻ ചെയ്തത്. വളരെ ആഡംബരപൂർണമായ ലക്ഷങ്ങൾ പൊടിപൊടിച്ചുള്ള ഗാനമേളയും അതുപോലെ തന്നെ ഡാൻസും നൃത്തച്ചുവടുകളും എല്ലാം കൊണ്ട് തന്നെ വളരെ സംഭവ ബഹുലമായ ഒരു പരിപാടി തന്നെയായിരുന്നു നമ്മുടെ കാളിദാസ് ജയറാമിൻ്റെ റിസപ്ഷൻ പരിപാടി. തീർച്ചയായിട്ടും അത് കൺകുളിർക്കെ കാണാൻ വേണ്ടിയുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും പാർവതി വർഷങ്ങൾക്ക് ശേഷം സ്റ്റേജിൽ ഒരു വീഡിയോക്ക് നൃത്തമാടുന്നതും എല്ലാം തന്നെ നമുക്ക് തീർച്ചയായിട്ടും കണ്ണിന് കുളിർമയേകുന്നതാണ്. അതുപോലെ തന്നെ ജയറാമും അതുപോലെ കാളിദാസ് ജയറാം എല്ലാം തന്നെ സ്റ്റേജിൽ വന്ന് അമ്മയെ കെട്ടിപ്പുണരുന്ന രംഗങ്ങളെല്ലാം തന്നെ കണ്ണിന് കുളിർമയേകുന്ന ദൃശ്യങ്ങളാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സസ്പെൻസ് എന്ന് പറയുന്നത് ജയറാമിൻ്റെ 60-ാം പിറന്നാളിന് വേണ്ടി താരിണി കരുതി വെച്ച സമ്മാനവും അതുപോലെ തന്നെ കേക്ക് മുറിയും പാട്ടും ഡാൻസും എല്ലാം തന്നെ ആരാധകരെ ഇളക്കി മറിക്കുന്നതായിരുന്നു. തീർച്ചയായിട്ടും ആദ്യമാക്കി നമുക്ക് ജയറാമിൻ്റെ 60-ാം പിറന്നാൾ ആഘോഷം ഒന്ന് കാണാമെന്ന് ചെയ്ത റിസപ്ഷനിലെ ബാക്കി കാഴ്ചകൾ ആരും സ്കിപ്പ് ചെയ്തു പോകുന്നത്. Till now my dad is thinking this cake is for me and കണ്ടു കാണും. വളരെ സന്തോഷപൂർവ്വം ജയറാമും അതുപോലെ തന്നെ പാർവതിയും കാളിദാസും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരി ചക്കിയും എല്ലാം തന്നെ ആ പരിപാടിയിൽ സംബന്ധിച്ചിരുന്നു. തീർച്ചയായിട്ടും വളരെ വലിയൊരു സർപ്രൈസാണ് താരിണി നമ്മുടെ ജയറാമേട്ടന് വേണ്ടി ആദ്യമായി ഒരുക്കിയത്. തീർച്ചയായിട്ടും കണ്ണുകൾ നിറഞ്ഞു പോയി ജയറാമിൻ്റെ. തീർച്ചയായും അതുപോലെ തന്നെ വളരെ താര സംഘടനയിൽപ്പെട്ട നമ്മുടെ ഒരുപാട് ആൾക്കാർ നമ്മുടെ മലയാള ചലച്ചിത്ര മേഖലയിൽ നിന്നും അതുപോലെ തന്നെ തമിഴ് ചലച്ചിത്ര മേഖലയിൽ നിന്നും കന്നഡയിൽ നിന്നും ഹിന്ദിയിൽ നിന്നും എല്ലാം തന്നെ വലിയൊരു താരനിര തന്നെ അദ്ദേഹത്തിൻ്റെ റിസപ്ഷന് എത്തിച്ചേർന്നിരുന്നു. ഷീലാമ്മ, ശോഭന, അതുപോലെ തന്നെ സുഹാസിനി, രാജമൗലി, പ്രഭു, വളരെ സിനിമാ മേഖല അറിയപ്പെടുന്ന താരങ്ങൾ എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ റിസപ്ഷന് എത്തുകയുണ്ടായി. തീർച്ചയായിട്ടും ആ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ചലച്ചിത്ര മേഖലയിൽ നിന്ന് വമ്പൻ താരനിര തന്നെ ആശംസകൾ അറിയിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ജയറാമിന് പിറന്നാൾ ആശംസയും അതുപോലെ തന്നെ നമ്മുടെ കാളിദാസ് ജയറാമിന് വിവാഹമംഗള ആശംസകൾ അറിയിക്കാൻ വേണ്ടി മലയാള സിനിമാ മേഖലയിൽ നിന്ന് നമ്മുടെ ഉർവശിയും അതുപോലെ തന്നെ ശോഭനയും നമ്മുടെ ശീലാമയും എല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വലിയ ഒരു താരനിര തന്നെ അണിനിരന്ന ഒരു പരിപാടിയായിരുന്നു. അതുപോലെ തന്നെ സ്റ്റേജ് പെർഫോമൻസ് കൊണ്ട് ഇളകി മറിയിക്കുന്ന ഒരുപാട് ഗാനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ യേശുദാസിൻ്റെ മകൻ്റെ പാട്ടുകളും എല്ലാം കൊണ്ടും തന്നെ വളരെ കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകൾ സമ്മാനിച്ച ഒരു റിസപ്ഷൻ തന്നെയായിരുന്നു നമ്മുടെ കാളിദാസ് ജയറാമിൻ്റേത്. മലയാള സിനിമയിൽ ഇനിയും ഇത്തരം താരപുത്രന്മാരുടെ കല്യാണവും അതുപോലെ തന്നെ റിസപ്ഷനും എന്നും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. തീർച്ചയായും അതുപോലെ തന്നെ ഈ റിസപ്ഷനും വളരെയധികം താരങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ സിനിമാ മേഖലയിലെ താര സാന്നിധ്യം കൊണ്ടും അതുപോലെ തന്നെ പാട്ടും മേളവും എല്ലാം കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ട ഒരു ചടങ്ങായിരുന്നു. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.